പതിവ് പോലെ ഇന്നും ബാറ് തുറന്നു, 2 പെഗ് അടിച്ചിട്ട് തുടങ്ങാം. ബാറ് തുറന്നു, സ്കൂള് തുറന്നു, 2 ബെല്ലടിച്ചിട്ട് തുടങ്ങാം. ഒരു എച്ചമായി ഞാൻ എന്തെല്ലാം സഹിക്കണം. ഒറ്റൊരു അധ്യാപകന് സമയത്തെത്തൂല, വല്ലാത്ത കഷ്ടണ്ട. സ്കൂള് തുറന്നതേ ഉള്ളൂ, അതിനുമ്പ് വിസിലടിച്ച് ബഹളം വെച്ചോണ്ട് കയറാതോ. എന്റെ പൊന്നു സാറേ, ഞാൻ ഇങ്ങോട്ട് കയറി വരുന്ന വഴിക്ക് PT സാറായി എന്റെ മുഖത്തു നോക്കി ഒരുത്തൻ ചോദിക്കുന്നു, പട്ടി സാറേ എവിടെ പോണെന്ന്. എന്നിട്ട് താനൊന്നും പ്രതികരിച്ചില്ലേ? എന്റെ നാക്കുകൊണ്ട് ഈ നാക്കുകൊണ്ട് ഇന്ന് വരെ ഞാൻ ആരെങ്കിലും തെറി വിളിച്ചിട്ടുണ്ടോ സാറേ? ഇല്ല, എങ്കിലും പ്രതികരിക്കണ്ടേ? പ്രതികരിച്ചു. അതെന്തുവാ? ഈ ഒറ്റ ഊത്തിലൂടെ അവന് കാര്യം മനസ്സിലായി, അവന്റെ കുടുംബം വരെ എരിഞ്ഞു പോയി സാർ. അപ്പൊ തനിക്ക് ബുദ്ധിയുണ്ടല്ലോ പട്ടി സാറേ. മനസ്സിലായി. എടോ, താൻ പരീക്ഷ പേപ്പർ നോക്ക്. കുട്ടിയൊക്കെ ഇന്ന് പരീക്ഷയുടെ മാർക്ക് കൊടുക്കാനുള്ള സാറേ. ഈ പരീക്ഷ പേപ്പർ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ ചിരിച്ചിരി ചൂപ്പാട് വരുമല്ലോ സാറേ. അത് മൊത്തം കോമഡിയാണ്. അതല്ല സാറേ, ഒരുത്ത എഴുതി വെച്ചെങ്ങനെയുണ്ടാ, ഇന്ത്യ പാക് യുദ്ധത്തിൽ ചുക്കാൻ പിടിച്ച പട്ടാളക്കാരന്റെ പേരെന്ത്? എന്താണ് ഉത്തരം എഴുതിയിരിക്കുന്നത്? മേജർ മഹാദേവൻ. ഇതൊക്കെ ആരാണോ ഇവനെയൊക്കെ പഠിപ്പിച്ചത്? ശരിയല്ലേ സാറേ? ചുക്കാലിൽ സുരേഷ് ഗോപി അല്ലേ? സുരേഷ് ഗോപിയാണോ? പിന്നെ ഞാൻ ആ സിനിമ കണ്ടാണ്. സുരേഷ് ഗോപിയാണ്. മാർക്ക് കൊടുക്കണ്ട സാറേ. വേറൊരുത്തന്റെ ഉത്തരക്കടലാസ് കണ്ട, ആധുനിക വിദ്യാഭ്യാസത്തെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അവൻ എന്ത് ഉത്തരവാണ് എഴുതിയിരിക്കുന്നത്? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. വളരെ മികച്ച വിദ്യാർത്ഥി, അവനാണ് മിടുക്കൻ. അവനൊരു 10 മാർക്ക് കൊടുത്തേരാ. ഈ ഉത്തരക്കടലാസ് കണ്ട, ഒരൊറ്റ ചോദ്യത്തിന് ഒരു ഉത്തരം എഴുതി. അവനെ തോപ്പിച്ചാൽ അവനെ ജയിപ്പിക്കണ്ട. അത് പറ്റൂല, അവനെ ജയിപ്പിച്ചേ പറ്റൂ. അവനെ ജയിപ്പിക്കണം. തനിക്കെത്ര എത്ര നിർബന്ധം? ഈ കടലാസിന്റെ ഏറ്റവും അടിയിലാണ് എഴുതിയിരിക്കുന്ന കണ്ട, എന്താണ്? ഒറ്റ തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ എന്നെ ജയിപ്പിക്കടാന്ന്. എതിർപ്പത്തെ ചോദിച്ചത് വിജയിപ്പിച്ചേരാ. നമുക്ക് അവനൊരു A ഗ്രേഡ് കൊടുത്താലോ? അവന് ഗ്രേഡ് അല്ല കൊടുക്കേണ്ടത്, അവന്റെ അണ്ണാക്കിൽ ഗ്രാനൈറ്റ് പൊട്ടിക്കാ വേണ്ടത്. അല്ല പിന്നെ സാറേ, ഈ പരീക്ഷ പേപ്പറൊക്കെ നോക്കിട്ടേ എനിക്കിന്ന് വൈകുന്നേരത്തിന് നേരത്തെ വിടണം. അതെന്താണോ? എന്റെ മൂത്രം ഒന്ന് ടെസ്റ്റിന് വിടണം. തന്റെ മൂത്ര ടെസ്റ്റിനോ സച്ചിനോ ധോണി എങ്ങാനോ ആണോ? ഇവിടെ ഏതെങ്കിലും ഒരു സാർ കൃത്യസമയത്ത് സ്കൂളിൽ ഹാജരാകുന്നുണ്ടോ? ഇനി മറ്റുള്ള സാറന്മാരെ കുറ്റം പറ. ഷെർലി ടീച്ചർ അവിടെ. ഷെർലി ടീച്ചർ ഏതാ മാസം? ഇത് 9ാം മാസം. അവർക്ക് പ്രസവത്തിന് പോട്ടെ. പോട്ടെ. മാലിനി ടീച്ചർ ഇവിടെ. മാലിനി ടീച്ചർ ഏതാ മാസം? ഇത് 7ാം മാസം. 6ാം മാസം. അവര് പലഹാരം കൊടുത്ത് വയറിലാണ്ട് വിളിച്ചോണ്ട് പോകാൻ പോയേക്കാ. സന്ധ്യ ടീച്ചർ എവിടെ? സന്ധ്യ ടീച്ചറെ മോളെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര ദിവസമായി? 4 മാസമായി. അവളെ മോക്ക് എത്ര മാസം? 3ാം മാസം. അതിന് ആശുപത്രി കൊണ്ട് കാണിക്കണ്ടേ? അവർ ലീവ് എടുത്ത് പോയിരിക്കുക. ശരിയാണ്. എനിക്ക് ഭയങ്കര ഒരു സംശയം സാറേ. സാർ ഇവിടുത്തെ HM ആണോ അതാ ഗൈനക്കോളജിസ്റ്റ്? ഞാൻ ഇവിടുത്തെ ഗൈനക്കോളജിസ്റ്റ്. അല്ല, താൻ എന്നെ ചോദ്യം ചെയ്യാൻ പറ്റില്ലേ? ഈ HM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡ് മാസ്റ്റർ ആണോ അതാ ഹെഡ് മണ്ടനാണ്? നമസ്കാരം മാഷേ. ആര് മരിച്ചേ? ഇപ്പൊ സംസ്കാരം എന്ന് പറഞ്ഞു. സംസ്കാരം എന്നല്ല, പിന്നെ നമസ്കാരം മാഷേ. അയ്യോ, വാവരിക്കൂല, വാവ തൊട്ടിരി കിടക്കുന്നു. ആരാ മനസ്സിലായില്ല? ബോസ്. ഏത് കൊള്ള സംഘത്തില്? കൊള്ള സംഘമല്ല, സുഭാഷ് ചന്ദ്രബോസിന്റെ അച്ഛൻ. സുഭാഷ് ചന്ദ്രബോസിന്റെ അച്ഛനല്ലേ? അയ്യോ, നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ അച്ഛനല്ല. ഞാൻ 7B പഠിക്കുന്ന സുഭാഷ് ചന്ദ്രന്റെ അച്ഛൻ ബോസ് ആണ്. ഇയാളെ മോൻ ഈ സ്കൂളിൽ എന്തുമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നറിയോ? അത് പറയാൻ വേണ്ടി ഒരു മീറ്റിംഗിനാണ് ഇയാളെ വിളിച്ചത്. അത് കൊള്ളാം. എന്റെ മോൻ എന്റെ വീട്ടിൽ നിന്ന് എന്തോരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അറിയാമോ? വല്ല മീറ്റിംഗ് ഞാൻ വല്ല സാറുമാരെ കൊണ്ട് വിളിച്ചിട്ടുണ്ടോ? തന്റെ മോനെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ്. അതറിയാൻ ഞാൻ വന്നത്. എന്ത് കാര്യത്തിനാണ് എന്റെ മോനെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയത്? തന്റെ മോൻ ക്ലാസ്സിൽ നിന്ന് ചുമച്ചു. എന്റെ ദൈവമേ, എന്റെ മോൻ ഒരു ചുമച്ചാനാണ് പുറത്താക്കിയത്. വെറുതെ ചുമച്ചാനല്ല, ബീഡി വലിച്ചിട്ട് ചുമച്ചാനാണ് പുറത്താക്കിയത്. തണുത്തിട്ടായിരിക്കും മാഷേ. തണുത്തിട്ടാ? എന്റെ മുത്തശ്ശന് തണുപ്പ് വരുമ്പോ വീഡിയോ വിളിക്കേ. മാഷ് തണുക്കേണ്ടി ഒരു ബീഡി തരാട്ടാ. തണുക്കുവല്ലേ, എനിക്ക് ചൂട് വന്ന് കയറാം, തനക്കിട്ട് തരാൻ വേണ്ടി. അല്ല പിന്നെ മാഷിന് ഇപ്പോഴും എന്നെ മനസ്സിലായിട്ട്. അതാണ് സംഭവം. തൃക്കാക്കര LP സ്കൂളിൽ മാഷ് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ തൃക്കാക്കര സ്കൂളിൽ ഇരുന്നിട്ടുണ്ടല്ലോ. അന്ന് എന്നമ്മ ഞാനായിരുന്നു അവിടെ. അവിടുത്തെ അച്ഛമ്മ ഞാനല്ലായിരുന്നു. അല്ല, മാഷ് അച്ഛമ്മ ഞാൻ അവിടുത്തെ എന്നമ്മായിരുന്നു. എന്നമ്മെന്ന് പറഞ്ഞ തിക്കറിമുള്ളി. അത് നീ ആയിരുന്ന സാറേ? കഷായം പറ്റിയ വടിയും കെടുത്താണ്. ചെറിയ കടകട പൊടി വന്നാണ്. എന്ത്? ഇവൻ കണക്കിന് ഭയങ്കര വീക്കായിരുന്നു. അച്ഛനും കണക്ക് മോനും കണക്ക്. അത് തന്നെ. ഇവിടെ തന്റെ മോന്റെ അടുത്ത് കണക്കിൽ ഏത് ചോദ്യം ചോദിച്ചാലും അവൻ ഒരു ഉത്തരം മാത്രമേ പറയാനുള്ളൂ. എടാ 7 എത്രയാണ്? അവൻ എന്താ പറഞ്ഞെന്നറിയാം? 14. കറക്റ്റ് അല്ലേ? 1ഉം 13ഉം എത്ര ചോദിച്ചപ്പോഴും അവൻ പറഞ്ഞു 14. കറക്റ്റ് അല്ലേ? ഞാൻ ചോദിച്ചു 12ഉം 2ഉം എത്രയാണ്? അപ്പോഴും അവൻ പറഞ്ഞു 14. അതും കറക്റ്റ് അല്ലേ? 8ഉം 6ഉം എത്ര ചോദിച്ചപ്പോഴും പറയുന്നു 14. അതും കറക്റ്റ് അല്ലേ? തന്റെ മോൻ ഏത് ചോദ്യം ചോദിച്ചാലും 14 ഉത്തരവുള്ളൂ. കറക്റ്റ് അല്ല. ഇപ്പോഴെങ്കിലും തനിക്ക് മനസ്സിലായല്ലോ തന്റെ മോൻ പറഞ്ഞത് കറക്റ്റ് അല്ല. അതല്ല, അവനെ പഠിപ്പിക്കുന്ന മാഷുമാര് കറക്റ്റ് അല്ലെന്ന് പറഞ്ഞു. ഞങ്ങൾ കറക്റ്റ് അല്ല. താൻ പറ 7 എത്രയാണ്? 77. അതല്ല, എനിക്ക് വേറെ കാര്യം പറയാനുള്ളൂ. തന്നെ ഇവിടുത്തെ എന്റെ രമ ടീച്ചറെ നോക്കി തന്റെ അല്ല നമ്മുടെ സ്കൂളിലെ രമ ടീച്ചറെ നോക്കി തന്റെ മോൻ എന്താ വിളിച്ചെന്നറിയാമോ? കോഴി എന്ന്. പഠിപ്പിക്കുന്ന ടീച്ചർമാരെ കോഴി എന്ന് വിളിക്കാൻ കൊള്ളാവോ? അങ്ങനെ വിളിച്ച എന്താ കുഴപ്പം? അവന്റെ എല്ലാ പരീക്ഷ പേപ്പറിലും മുട്ടയിട്ട് കൊടുക്കുന്ന ടീച്ചറെ പിന്നെ കോഴി എന്നല്ലാണ്ട് കങ്കാരെന്ന് വിളിക്കാൻ പറ്റുമോ? എങ്ങനെ മുട്ട കിട്ടാതിരിക്കും? അത് മാത്രമല്ല, ഒരു ദിവസം മഴയത്ത് ഞാൻ സ്കൂളിന്റെ വരാന്തയിൽ അങ്ങനെ നിൽക്കുക. ഇയാളുടെ
പുറകിൽ കൂടെ വന്ന് എന്റെ തോളിൽ തട്ടിയിട്ട് ലാൽസലാം സിനിമയിൽ മുരളി മോഹൻലാലിനോട് ചോദിക്കുമല്ലോ ആ ഒരു ചോദ്യം, സാറേ തീപ്പെട്ടി ഉണ്ടോ ബീഡി കത്തിക്കാനാണ്. എന്നിട്ട് മാഷ് എന്ത് പറഞ്ഞു? അവന്റെ ചെവി പിടിച്ച് ഞാൻ പൊന്നാക്കി വിട്ടു. അവൻ എന്റെ മോൻ തന്നെയാണ്. ആണോ? അവൻ അങ്ങനെ തന്നെ ചെയ്യാൻ പാടില്ല. പിന്നെ ഇത്രയും ശമ്പളം മേടിക്കുന്ന മാഷിന്റെ അടുത്ത് വന്നിട്ടേ തീപ്പെട്ടി ഉണ്ടാന്ന് ലൈറ്ററല്ലേ ചോദിക്കേണ്ടത്? ലൈറ്ററല്ലേ സാറേ ചോദിച്ചത്? അതാവുമ്പോ മഴയത്ത് നനയൂല. നനയൂലല്ലേ? അപ്പൊ ഇനി മുതൽ ഞാൻ ലൈറ്റർ മേടിച്ച് വയ്ക്കാം. അതെ മാഷെ, നിങ്ങൾ കുറെ നേരിട്ട് എന്റെ മോനെ അങ്ങനെ കുറ്റപ്പെടുത്തണം. നിങ്ങൾക്കറിയാമോ, എന്റെ മോൻ ഒരു ഡോക്ടറായി കണ്ട് മരിക്കണം എന്നാണ് എന്റെ ആഗ്രഹം. ഓ, ഇത്രയും ഭാഗ്യമുള്ള ഒരു മനുഷ്യനെ ഞാൻ ഈ ലോകത്ത് കണ്ടിട്ടില്ല. സാറേ ഇയാൾക്ക് മരണമില്ല. ഡോക്ടർ ആവാൻ പറ്റിയ സാധനം. എന്തൊക്കെ പറഞ്ഞാലും ശരി തന്നെ, തന്റെ മകനെ സ്കൂളിൽ പഠിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്റെ മകനെ വിളിച്ചോളൂ, തരത്തിലും പെടുത്ത് പൊക്കൊള്ളാം. അങ്ങനെയാണെങ്കിലേ എനിക്ക് AC ഇതാ. അതാണ്ട് സർക്കാർ സ്കൂളിൽ ഒരു ഫാൻ പോലും ഇല്ല. അപ്പൊ അവന് AC വേണോ? അതല്ലെന്ന് എന്റെ മോന്റെ ബുക്കും പേപ്പറും തരാൻ. തന്റെ മോനെന്താ ലൈലന്റ് ലോറിയാ ബുക്കും പേപ്പർ തരാൻ? അതല്ലെന്ന് ഈ സ്കൂളിൽ കൊടുക്കൂലേ ഉച്ചക്കത്തെ വേറെ സാധനം? മുട്ടയും പാലും. മുട്ടയും പാലും മറ്റേ ദേഷ്യം വരുമ്പോ നിങ്ങൾ കൊടുക്കൂലേ? നല്ല അടി വെച്ച് കൊടുക്കും. അതല്ലെന്ന് മറ്റേ എഴുതിങ്ങനെ കൊടുക്കൂലേ പറഞ്ഞു വിടുമ്പേ? ഈസിയാണോ? അതിനാണോ പാട്? ഞാൻ ഇപ്പൊ എഴുതി തരാം. അല്ല പിന്നെ ഈസി ഞാൻ ഇപ്പൊ എഴുതി തരാം. ഈസി എഴുതി കൊടുക്കാൻ പറ്റുന്നത്. അവനെ ഒന്ന് വളയ്ക്കാൻ നോക്ക് സാറേ. അയ്യേ, ഞാൻ അത്ര കാര്യമില്ല. ഫോളോ അതല്ല സാറേ, സാറേ ഇവിടുന്ന് TC എഴുതി കൊടുക്കുമ്പോ ഒരു കുട്ടി നമുക്ക് നഷ്ടപ്പെടൂല. നഷ്ടപ്പെട്ടോട്ടെ. അങ്ങനെ നഷ്ടപ്പെട്ടാ സാറിന്റെ എന്റെ ജോലി തെറിക്കൂലേ? ജോലി തെറിച്ചോട്ട് സാറേ ഡിവിഷൻ ഫാള് സംഭവിക്കൂലേ സാറേ? ഡിവിഷൻ പാട് സംഭവിക്കും. അതുകൊണ്ട് ആ മുട്ടത്തലേന്റെ മോനെ എങ്ങനെയെങ്കിലും അകത്ത് കേറ്റാൻ നോക്ക്. അങ്ങനെയാണോ? ഈ TC എന്ന് പറയുന്ന സാധനമേ പെട്ടെന്ന് അങ്ങനെ ചോദിച്ചാൽ എടുത്ത് തരാനൊന്നും പറ്റത്തില്ല. ഏകദേശം ഒരു 6 മാസം കഴിഞ്ഞ് TC തരാൻ പറ്റത്തുള്ളൂ. നമുക്കേ ഇയാൾക്ക് ഒരു അവസരവും കൂടെ കൊടുത്താലോ സാറേ? വർക്കി സാർ പറഞ്ഞതുകൊണ്ട് തന്റെ മകന് ഞാൻ ഒരു അവസരം കൊടുത്തരാണ്. പിന്നെ അവന്റെ അടുത്ത് പറയണം, സ്കൂളിലോ പരിസരത്തോ ബീഡി വലിക്കരുത്. അവനെ സങ്കടം വരുമ്പോഴാണ് ഈ വീഡിയോ വലിക്കുന്നത്. അയ്യോ, സങ്കടം വരുമ്പോഴാണ് അവൻ ബീഡി വലിക്കുന്നത്. അപ്പൊ ഈ സങ്കടം വരുന്ന കാര്യങ്ങളൊന്നും ഇനി അവന്റെ അടുത്ത് നമ്മൾ പറയുന്നില്ല. സങ്കടപ്പെടുത്തൂല. ഒന്നും പറയില്ല. തന്റെ മകന്റെ അടുത്ത് ക്ലാസ്സിൽ കയറിക്കൊള്ളാൻ പറ. താങ്ക് യു മാഷേ. എന്റെ വർക്കി സാറേ, ഇയാളപ്പോ പറഞ്ഞില്ല ഞാൻ TC കൊടുത്തേനെ, ഡിവിഷൻ പാട് സംഭവിച്ചേനെ, നമ്മുടെ ജോലി പോയേനെ. അല്ല മാഷേ, നിങ്ങളുടെ കയ്യിൽ ഒരു സിഗരറ്റ് തരാണ്ടോ? എന്തിനാണ്? അല്ല, ഇപ്പൊ അവനെ ക്ലാസ്സിൽ കയറ്റിയല്ല. ഈ കാര്യം ഞാൻ അവന്റെ അടുത്ത് പറയുമ്പോൾ അവന് സന്തോഷം വന്നു കഴിഞ്ഞാൽ എന്റെ മോൻ അപ്പൊ ഒരു സിഗരറ്റ് വലിക്കും. വർക്കി സാറേ, സിഗരറ്റ് എടുക്ക്. അല്ല, ആ ബോർഡ് എടുത്ത് വെക്ക്, നാട്ടുകാർ മൊത്തം കാണട്ടെ. Rega, rega,